ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശു ദൈവപുത്രനാണെന്നും ആ ദൈവപുത്രനായ ക്രിസ്തു ആണ് നീയെങ്കിൽ ഞങ്ങളോട് വ്യക്തമായി പറയുക എന്ന് യഹൂദന്മാർ യേശുവിനെ ചോദ്യം ചെയ്യുമ്പോൾ, യേശുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയം യേശു അവരോട് ചോദിക്കുന്ന ചോദ്യം, അതാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ, നിങ്ങളോട് ദൈവം തന്നെ സംസാരിക്കുമ്പോൾ, നിങ്ങൾ ദൈവങ്ങളായി മാറുകയാണ്. ദൈവവചനത്തിലേക്ക്, ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ, ദൈവവചനം ശ്രവിക്കുവാൻ ആര് സമയം ചെലവഴിക്കുന്നു, അവരെല്ലാം ദൈവങ്ങളെന്ന് അറിയപ്പെടും. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ അങ്ങനെ നിങ്ങളെ ദൈവങ്ങളെന്ന് വിളിച്ചു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ എന്ന്. ദൈവവചനം ശ്രവിക്കുന്ന നമ്മൾക്ക് സ്വർഗം തന്നെ നമ്മളെ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് സുവിശേഷത്തിലൂടെ യേശു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ദൈവവചനം ഏറ്റെടുക്കുന്ന വ്യക്തി ദൈവങ്ങളായി മാറും. എന്തൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള നമ്മൾക്ക് എന്ത് കുറവാണ് ഉണ്ടാകാൻ പോകുന്നത്? വിശ്വാസത്തോടെ ദൈവവചനം നമ്മൾ ശ്രവിക്കുമ്പോൾ, നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എല്ലാം ലഭിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമ്മൾ പറയുന്നു. നിങ്ങളെ കർത്താവ് ദൈവം എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിൻ്റെ കുറവും ഉണ്ടാകില്ല. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, എനിക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന്. എൻ്റെ രോഗം മാറി, കർത്താവ് എൻ്റെ രോഗം മാറ്റി, കർത്താവ് എൻ്റെ കടബാധ്യതകൾ മാറ്റി, കർത്താവ് എന്നെ സമ്പന്നനാക്കി. കാരണം ദൈവവചനം എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനും ഒരു ദൈവമായി മാറി. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും നിങ്ങൾക്ക് സമർത്ഥമായിട്ടുണ്ടാകട്ടെ. ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും
ഓരോ ദൈവങ്ങളായി മാറുന്നതിന് സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.